എവൻഗേലിയോനായി വായിച്ചു കേട്ട വേദഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 24 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. സെയിന്റ് ജോൺ ചാപ്റ്റർ 20 വേഴ്സസ് 24 to 29. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം കർത്താവ് ശിഷ്യന്മാർക്കും മറ്റുള്ളവർക്കും പ്രത്യക്ഷനാകുന്ന സംഭവങ്ങളാണ് ഇനി വരുന്ന ഇന്നു മുതലുള്ള ഞായറാഴ്ചകളിൽ നമ്മൾ ധ്യാനിക്കുന്നത്. പോസ്റ്റ് റിസറക്ഷൻ നറേറ്റീവ്സ്, പുനരുദ്ധാനന്തര പ്രത്യക്ഷതയുടെ വിവരണങ്ങളാണ് നമ്മൾ ഇനിയുള്ള ഞായറാഴ്ചകളിൽ ധ്യാനിക്കുന്നത്. ഇന്നത്തെ ഞായറാഴ്ചയ്ക്ക് സഭാ കലണ്ടറിൽ പറയുന്നത് ന്യൂ സൺഡേ അഥവാ പുതു ഞായർ എന്നാണ്. കർത്താവിന്റെ ഉയർപ്പിനോട് കൂടെ എല്ലാം പുതുതായി തീർന്നിരിക്കുന്നു എന്ന ഒരു വിശ്വാസമാണ് കിഴക്കന്റെ സഭകൾ സ്വീകരിച്ചു വരുന്ന ഒരു പ്രമാണം. സൺഡേ ആഫ്റ്റർ ദി ഈസ്റ്റർ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് സഭ നിശ്ചയിച്ചിട്ടുള്ളത് ജീസസ് ക്രൈസ്റ്റ് അവർ ലോർഡ് ആൻഡ് ഗോഡ്. പുതു ഞായർ, യേശു ക്രിസ്തു നമ്മുടെ കർത്താവും രക്ഷിതാവും. ഇന്നത്തെ വേദഭാഗത്ത് നാം വായിച്ചു കേട്ടത് തോമസസ് എൻകൗണ്ടർ വിത്ത് ദ റിസൺ ലോർഡ്. കർത്താവ് ഉയർത്തെഴുന്നേറ്റ കർത്താവുമായി തോമസ് അപ്പോസ്തലൻ ഉണ്ടാകുന്ന ഒരു അഭിമുഖീകരണത്തെയാണ് ഇവിടെ പറയുന്നത്. തിയോഫനി എന്നൊരു വാക്കുണ്ട്, THEOPHANY. തിയോഫനി മീൻസ് എ വിസിബിൾ മാനിഫെസ്റ്റേഷൻ ടു ഹ്യൂമൻ കൈൻഡ് ഓഫ് ഗോഡ്. മലയാളത്തിൽ ദൈവ പ്രത്യക്ഷത എന്ന് പറയും. തിയോഫനി. എപ്പിഫനി ഉണ്ട്, തിയോഫനി ഉണ്ട്. ഇങ്ങനെ പല പ്രത്യക്ഷതകളെ കുറിച്ച് വേദപുസ്തകത്തിൽ പറയുന്നു. ഇന്നത്തെ വേദഭാഗം തിയോഫനി എന്നതിൽ പെടുന്ന ഒരു കാര്യമാണ്. 24-ാം വാക്യം. എന്നാൽ യേശു വന്നപ്പോൾ പന്തിരുവരിൽ ഒരുവനായ ദിദിമോസ് എന്ന തോമസ് അവിടെ ഇല്ലായിരുന്നു. When Jesus came, Thomas was not among the disciples. നമ്മുടെ ഈ രാവിലെയുള്ള ധ്യാനത്തിന്റെ ഒരു തലക്കെട്ട് അവർ ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് സെക്കൻഡ് ചാൻസസ് എന്നതാണ്. അവർ ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് സെക്കൻഡ് ചാൻസസ്. നമുക്ക് എല്ലാവർക്കും രണ്ടാമതൊരു ഊഴം തരുന്ന ദൈവം, ഒരു അവസരം കൂടെ എപ്പോഴും നമുക്ക് നൽകുവാൻ മനസ്സുള്ള ഒരു ദൈവം. ഗോഡ് ഓഫ് സെക്കൻഡ് ചാൻസസ്. രണ്ടാമതൊരു ഊഴം നമുക്ക് നൽകുന്ന ദൈവം. തോമസ്, one of the 12, was not among the disciples when Jesus came and met them in the closed room. But remember, not being there, being absent, is not the end of the story. കർത്താവ് വന്നപ്പോൾ തോമസ് അവിടെ ഇല്ലായിരുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ കർത്താവിന് തോമസിനെ കാണാൻ കഴിഞ്ഞില്ല, തോമസിന് കർത്താവിനെ കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കഥയുടെ അന്ത്യമല്ല. That is not the end of the story. The primary lesson that I would want to draw your attention is that our God is a God of second chances. അതുകൊണ്ട് ജീവിതത്തിൽ പലപ്പോഴും കർത്താവിനെ മിസ് ചെയ്തിട്ടുണ്ടായിരിക്കും നമുക്ക്.
കർത്താവ് നമ്മുടെ അടുത്ത് വന്നപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞില്ലായിരിക്കും. നമ്മുടെ അലസത കൊണ്ടോ, നമ്മുടെ അജ്ഞത കൊണ്ടോ, നമ്മുടെ അഹങ്കാരം കൊണ്ടോ, നമ്മുടെ തൻകാരിക മനോഭാവം കൊണ്ടോ കർത്താവിനെ നാം ചിലപ്പോൾ മിസ് ചെയ്ത് കാണും. എന്നാൽ ഈ രാവിലെയുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ, ഒരു റിമൈൻഡർ എന്താണെന്നറിയാമോ? എനിക്കും നിനക്കും കർത്താവിനെ മിസ്സായി പോയിട്ടുണ്ടെങ്കിലും ദാറ്റ് ഈസ് നോട്ട് ദി എൻഡ് ഓഫ് ദ സ്റ്റോറി. അതുകൊണ്ട് കഥ തീരുന്നില്ല. മിസ്സിംഗ് ഔട്ട് ഓൺ എ തിയോഫനി, മിസ്സിംഗ് ഔട്ട് on a God encounter opportunity, missing out on an experience so unique to others does not mean the story ended there. ഒരു കർത്താവിന്റെ പ്രത്യക്ഷത തോമസിന് നഷ്ടമായതുകൊണ്ടോ, കർത്താവ് വന്നപ്പോൾ അവൻ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഇല്ലാതെ ഇരുന്നത് കൊണ്ടോ, മറ്റുള്ള ശിഷ്യന്മാർക്ക് ഉണ്ടായ വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു അനുഭവം അവന് കിട്ടാതെ പോയത് കൊണ്ടോ അവനോടുള്ള ദൈവത്തിന്റെ താല്പര്യം അസ്തമിച്ചു എന്ന് ഒരിക്കലും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. God in his graciousness makes us again and again. Let me repeat. God in his graciousness make us again and again. അവൻ തന്റെ വലിയ കരുണയിൽ നമ്മളെ വീണ്ടും കണ്ടെത്തുന്ന ദൈവമാണ്. That is sheer love. That is sheer grace. അതാണ് ദൈവത്തിന്റെ വലിയ സ്നേഹം. അതാണ് ദൈവത്തിന്റെ വലിയ കരുണ, കരുതൽ എന്ന് പറയുന്നത്. The word Thomas was not there is very important. തോമസ് അവിടെ ഇല്ലായിരുന്നു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. But there the story did not end. എന്നാൽ തോമസ് അവിടെ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ് കഥ അവസാനിക്കുന്നില്ല. We read the disciples met later and told him, we have seen the risen Lord. It is an experience the other disciples have shared with Thomas. പിന്നെ തോമസ് വന്നപ്പോൾ ശിഷ്യന്മാരെല്ലാവരും കൂടെ പറയുന്നുണ്ട്, ഞങ്ങൾ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ടു. അവർ കണ്ട ഒരു എക്സ്പീരിയൻസ്, അനുഭവം അവനുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. And Thomas was not willing to take somebody else's story as his own. എന്നാൽ വേറെ ചിലർ പറഞ്ഞ അനുഭവങ്ങളെ അവന്റെ അനുഭവമാക്കി എടുക്കുവാൻ തോമസ് മനസ്സ് കാണിക്കുന്നില്ല എന്ന് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. Doubting Thomas has become a well-known phrase in many languages. തോമസിന്റെ ഈ മനോഭാവം കൊണ്ട് അവന് വീണ് കിട്ടിയ പേരാണ് സംശയവാലിയായ തോമസ്, ഡൗട്ടിംഗ് തോമസ്. And it has become a well-known phrase in many languages. Quite often we have heard people preach, Thomas was a doubter. തോമസ് ഒരു സംശയാലുവായിരുന്നുവെന്ന് പലപ്പോഴും ഞാനും നിങ്ങളും പ്രസംഗിക്കാറുണ്ട്. Perhaps because Jesus said, don't doubt, only believe. കർത്താവ് പറഞ്ഞു, സംശയിക്കരുത്, വിശ്വസിക്കുക മാത്രം ചെയ്യുക. അതുകൊണ്ടായിരിക്കും നമ്മളൊക്കെ തോമസിനെ സംശയാലുവായ തോമസ് എന്ന് വിളിക്കും. But here, this is far beyond doubt. എന്നാൽ ഇവിടെ ഇതൊരു സംശയത്തെക്കാളൊക്കെ ഒത്തിരി മുകളിൽ നിൽക്കുന്ന ഒരു ചിന്തയാണ്. What did Thomas actually say?
എന്താണ് തോമസ് അപ്പോസ്തലൻ ശരിക്കും ഇവിടെ പറയുന്നത്? അവൻ പറയുകയാണ്, അൺലെസ് I see the nail marks in his hands, put my fingers and experience it, I will not believe. ഞാൻ അവന്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും അതിൽ എന്റെ വിരലിടുകയും ചെയ്തിട്ടല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്നാണ് തോമസ് ഇവിടെ പറയുന്നത്. ഇറ്റ് ഈസ് മോർ ദാൻ ഡൗട്ട്. ഇത് സംശയത്തെക്കാളൊക്കെ ഒത്തിരി ഉപരിയായിട്ടുള്ള ഒരു കാര്യമാണ്. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ബീയിങ് ജെനുവിൻ. ഇത് സത്യസന്ധതയുള്ള, ആത്മാർത്ഥതയുള്ള ഒരു ഹൃദയത്തിന്റെ ബഹിർസ്ഫുരണമാണ് തോമസ് ഇവിടെ പറയുന്ന ഈ വാക്ക്. അല്ലാതെ സംശയത്തിന്റെ നിഴലിൽ പറയുന്ന വാക്കുകൾ അല്ല. Unwillingness to be hypocritical. Unwillingness to be hypocritical. ഒരു ഹിപ്പോക്രൈറ്റ്, ഒരു കപട ആത്മീയതയുടെ ഉടമയാകാനുള്ള തോമസിന്റെ വിമുഖതയാണ് ഈ വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. തോമസ് ഈസ് സെയിങ്, I do not deny your experience and even do not deny the fact that Jesus is risen and he was met you. തോമസ് പറയുന്നത്, കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന യാഥാർത്ഥ്യത്തെ ഞാൻ നിഷേധിക്കുന്നു എന്നല്ല. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ നിങ്ങൾ കണ്ടുവെന്ന് പറയുന്നത് കള്ളമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒന്ന് ഞാൻ പറയുകയാണ്, ഞാൻ അവനെ കണ്ടിട്ടല്ലാതെ വിശ്വസിക്കുക. ഞാൻ നിങ്ങളുടെ ഫെയ്ത്തിനെ ഒന്നും ഡിനൈ ചെയ്യുന്നില്ല. I am not denying the fact that Jesus is risen from the dead. No, never. I am not belittling your faith. But I want to have a personal experience with the risen Lord. Then only I will believe. എന്നാൽ എനിക്ക് ഉയർത്തെഴുന്നേറ്റ കർത്താവിനോട് ഒരു വ്യക്തി ബന്ധം ഉണ്ടായെങ്കിലേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ തോമസ് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ബീയിങ് ജെനുവിൻ. ആത്മാർത്ഥതയുള്ളവനായി, ഒരു പച്ച മനുഷ്യനായിട്ട് തോമസ് ഇവിടെ തന്നെ പ്രഖ്യാപിക്കുകയാണ്. Unless I see the wounds in his hands, unless I see the wounds in his sides, I will not believe. നോക്കിക്കേ, കർത്താവ് എന്താ അവനോട് ചെയ്യുന്നത്? നമ്മളാണ് എന്നാ പറഞ്ഞേനെ, നീ വേണേ വിശ്വസിച്ചാ മതി, പോയി പണി നോക്ക. എന്നാൽ യേശു എന്തുവാ പറയുന്നത്? ജീസസ് really appreciates his honesty. കർത്താവ് അവനെ അഭിനന്ദിക്കുകയാണ്. അവന്റെ സത്യസന്ധതയെ മാനിക്കുന്ന ഒരു കർത്താവിനെയാണ് നമുക്ക് അവിടെ കാണുന്നത്. ജീസസ് appreciates his willingness to be hypocritic. അവന്റെ കപട വിശ്വാസിയായിരിക്കാനുള്ള താല്പര്യമില്ലായ്മയെ കർത്താവ് ശ്ലാഘിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. A week later, story continues. A week later, disciples were in the house and Thomas was there. Remember, even after Jesus' experience, even after the experience with the risen Lord, the door is still closed. The door is still locked. വീണ്ടും ഒരാഴ്ചയ്ക്ക് ശേഷം, 8 ദിവസം കഴിഞ്ഞ ശേഷമെന്നാണ് നമ്മൾ ഈ രാവിലെ വായിച്ചു കേട്ടത്. ആഫ്റ്റർ എ വീക്ക്,
ശിഷ്യന്മാർ ഒരുമിച്ച് കൂടിയിരുന്നു. അവരുടെ കൂട്ടത്തിൽ ആരുണ്ടായിരുന്നു? തോമസും ഉണ്ടായിരുന്നു. എന്നാൽ വാതിൽ അടച്ചിരുന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. After the experience with the risen Lord, the door is locked. The disciples are in fear. But this time, again in the experience of the lockdown, Jesus walks inside. He comes by, stays among them, stands among them, and says, "Peace, shalom." വാതിൽ അടച്ച് പേടിച്ച് ഇരുന്ന ശിഷ്യന്മാരുടെ നടുവിൽ കർത്താവ് വന്ന് പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം. പീസ് അൺടു യു. ഷാലോം എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഷാലോം മീൻസ് ഇന്നർ പീസ്. സമാധാനത്തിന് ഉപയോഗിക്കുന്ന വേദപുസ്തകത്തിലെ ഏറ്റവും മനോഹരമായ വാക്കാണ് ഷാലോം. ആന്തരിക സമാധാനം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇന്നർ പീസ്. My dear friends, last Sunday we celebrated Easter. നമ്മൾ ഈസ്റ്റർ കൊണ്ടാടി. വലിയ സന്തോഷം. ഞാൻ പ്രസംഗിച്ചത് നോ മോർ വീപ്പിംഗ്, ഇനിയും കരച്ചിലിന് സ്ഥാനമില്ല എന്നാണ്. So now exactly after 1 week, we are again in locked houses. We are again in locked rooms. We are locked in, locked down. So what is the message for us this morning? എന്താണ് നമുക്ക് ഈ രാവിലെ തോമസ് അപ്പോസ്തലനോട് ദൈവം കർത്താവ് സംസാരിക്കുന്നതിലൂടെ ഗ്രഹിക്കാനായിട്ട് ഉള്ളത്? Like disciples, we are also in fear. We do not know what is going to happen in the next moment. But remember, the risen Lord walks inside. He comes by. He stays among us. He stands among us and very gently says, "Shalom, peace unto you." ഉയർത്തെഴുന്നേറ്റ് കർത്താവിനെ ആരാധിച്ചത് കൊണ്ടോ സെലിബ്രേറ്റ് ചെയ്തത് കൊണ്ടോ ഈസ്റ്റർ ആഘോഷിച്ചത് കൊണ്ടോ നമുക്ക് എന്നും സമാധാനം കിട്ടും എന്ന് ഉറപ്പില്ല. എന്നാൽ നമ്മുടെ സമാധാനമില്ലാത്ത അനുഭവങ്ങളിൽ അവൻ പ്രസന്റ് ആണ് എന്നുള്ളതാണ് നമുക്കുള്ള ആശ്വാസം. ഉയർപ്പിന് സാക്ഷ്യം വഹിച്ച ശിഷ്യന്മാർ ഇപ്പോൾ ഇതാ അടഞ്ഞ മുറിക്കകത്തിരിക്കുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ച ഉയർപ്പിന് വേണ്ടി വന്ന് ശുശ്രൂഷയിൽ പങ്കെടുത്ത് ആരാധനകളിലൊക്കെ നേതൃത്വം നൽകിയ പലരും ഇന്ന് കോവിഡ് പോസിറ്റീവാണ്. എന്താ ഇവിടെ നമുക്കൊരു സന്ദേശം? എന്താണ് നമുക്കിവിടെ ഒരു മെസ്സേജ് എടുക്കാനായിട്ട് ഉള്ളത്? We are in a context of pandemic where we all live in fear. Perhaps tested positive, perhaps in quarantine, perhaps in doubt. There are several people
in lockdown, people lost their livelihood. People who have lost their dear ones. People who have lost their possibilities to live. In that state of utter fear, in that state of utter hopelessness, God meets you and me in our nothingness. That is theophany. അതാണ് ദൈവത്തിന്റെ പ്രത്യക്ഷത. That is theophany. ഉപജീവന മാർഗം നഷ്ടപ്പെടുന്ന, രോഗം ബാധിക്കുന്ന, വീടിനുള്ളിൽ അടച്ചിരിക്കേണ്ടി വരുന്ന, മുൻപോട്ട് ചിന്തിക്കുമ്പോൾ സമാധാനത്തിന് വകയില്ലാത്ത സാഹചര്യത്തിൽ He meets us in our nothingness. നമ്മുടെ ഒന്നുമില്ലായ്മയിൽ നമ്മെ കണ്ടെത്തുന്ന ഉയർത്തെഴുന്നേറ്റ കർത്താവ്. Lockdown, but Jesus goes inside. ലോക്ക്ഡൗൺ ആണ്, പക്ഷേ കർത്താവ് ഇതാ മുറിക്കകത്ത് വരുന്നു. He comes near the disciples, a comforting presence, the presence of new hope, the presence of new beginning. And Jesus tells them, Shalom. നമ്മുടെ വീട്ടിലോട്ട് ആരും വരത്തില്ലായിരിക്കും. Because we are in quarantine. We are locked in, locked down. സൊസൈറ്റി ആരെയും അലോ ചെയ്യത്തില്ലായിരിക്കും. നമ്മുടെ ബന്ധുക്കൾക്ക് വന്ന് നമ്മളെ കാണാനൊക്കത്തില്ല. പള്ളിയിലെ വിശ്വാസികൾക്ക് അന്യോന്യം പോയി കാണാനൊക്കത്തില്ലായിരിക്കും. പക്ഷെ ഒരു കാര്യം മറക്കരുത്, യേശു ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മുടെ ലോക്ക്ഡൗൺ എക്സ്പീരിയൻസിൽ നമ്മുടെ നടുവിൽ ഉണ്ട്. He is in the midst of our nothingness. അവൻ നമ്മുടെ ഒന്നുമില്ലായ്മയിൽ നമ്മുടെ നടുവിലുണ്ട്. മാത്രമല്ല അവൻ നമ്മോട് പറയുന്നു, നിങ്ങൾക്ക് സമാധാനം. Perhaps the gospel അച്ഛൻ മ്യൂട്ട് ആണ്. What is shalom? എന്താണ് സമാധാനം? എന്താണ് ആന്തരിക സമാധാനം? Shalom is, or the peace is, the strength to face the storms. സമാധാനം എന്ന് പറയുന്നത് കൊടുങ്കാറ്റിനെ അഭിമുഖീകരിക്കുവാനായിട്ടുള്ള ബലം. The strength to smile at the waves. തിരമാലകളെ നോക്കി പുഞ്ചിരിക്കാനുള്ള ബലമാണ് സമാധാനം. The strength to live life with all its struggles. ജീവിതത്തിന്റെ എല്ലാ സ്ട്രഗിൾസിനോടും എല്ലാ പോരാട്ടങ്ങളോടും എതിരിട്ട് നിൽക്കാനുള്ള ബലമാണ് സമാധാനം എന്ന് പറയുന്നത്. It is an inner tranquility amidst outside turbulence. Peace is an inner tranquility amidst outside turbulence. പുറമേ കാറ്റും കോളും നിറഞ്ഞ്
തിരമാലകൾ ചീറിയടിക്കുമ്പോൾ ഉള്ളിൽ അനുഭവിക്കുന്ന സ്വസ്ഥതയുടെ പേരാണ് സമാധാനം എന്ന് പറയുന്നത്. അത് ആർക്കാണ് തരാൻ സാധിക്കുന്നത്? ആർക്കാണ് അനുഭവിക്കാൻ സാധിക്കുന്നത്? അത് തരാൻ കഴിവുള്ളവൻ ഉയർത്തെഴുന്നേറ്റ കർത്താവ് മാത്രമാണ്. Only the risen Lord can give you that peace. Only through him you can experience the tranquility amidst the turbulence. It is an inner peace when everything seems in turmoil. ജീവിതത്തിൽ സുപ്രധാനമായ ചില കാര്യങ്ങൾക്ക് വേണ്ടി തീരുമാനമെടുത്തിട്ടിരിക്കുന്ന ആളുകൾ ഈ ആരാധനയിൽ സംബന്ധിക്കും. They may have a fear in their heart. What will happen? ഞങ്ങളുടെ തീരുമാനം പോലെ കാര്യങ്ങൾ നടക്കുമോ? ക്വാറന്റൈനിൽ ഇരിക്കുന്ന ചില ആളുകളെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. കോവിഡ് പോസിറ്റീവായ ചില ആളുകളെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. വേറെ ചില രോഗങ്ങളാൽ ബാധിതരായവർ, ചികിത്സ തേടുന്നവർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഒറ്റ കാര്യമുള്ളൂ, your door may be closed. You may be in utter fear. You may be in utter helplessness. Nobody can give you peace in the midst of your turmoils. But one thing I can assure you this morning, the resurrected Christ can give you the tranquility or the inner peace amidst the turmoils, the turbulence. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, peace which surpasses all human understanding. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം. That is the message of the Easter. Jesus said, put your finger here, see my hands. Reach out your hands, put it in the wounds of my side. പക്ഷേ തോമസ് അങ്ങനെ ചെയ്തോ എന്ന് നമുക്കറിയത്തില്ല, അതവിടെ എഴുതിയിട്ടില്ല. വിരലിടാൻ പറഞ്ഞു എന്നേ എഴുതിയിട്ടുള്ളൂ, വിരലിട്ടു എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ അവിടെ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. തോമസ് വേദപുസ്തകത്തിലെ ഏറ്റവും ശക്തമായ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ പറയുകയാണ്. This is one of the profound statements in the Bible. My Lord and my God. എന്റെ കർത്താവും എന്റെ ദൈവവും. നോക്കണം, അവിശ്വാസിയായ തോമസിൽ നിന്നാണ് വേദപുസ്തകത്തിലെ ഏറ്റവും ശക്തമായ ഒരു പ്രഖ്യാപനം വരുന്നത്, എന്റെ കർത്താവും എന്റെ ദൈവവും. എന്തുകൊണ്ടാണത് സാധിച്ചത്? ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ അവൻ കണ്ടതുകൊണ്ടാണത് സാധിച്ചത്. We are not told where Thomas exactly touched Jesus, whether he did put his finger in his sides, but he says, my Lord and my God. It is a cry out of recognition. It is a cry out of affirmation. ഇത് വലിയ അംഗീകാരത്തിന്റെ ഒരു നിലവിളിയാണ്. ഇത് വളരെ ഉറപ്പുള്ള ഒരു വിശ്വാസത്തിന്റെ നിലവിളിയാണ്. It is an affirmation.
അവൻ പറയുകയാണ്, now I have also seen the risen Lord. ഞാൻ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ടിരിക്കും. So let me conclude my devotion this morning. What is the message? Thomas, he was not willing to believe the resurrection of Jesus. അവൻ ശിഷ്യന്മാർ പറഞ്ഞത് വിശ്വസിച്ചില്ല. അവൻ ഒരു പേഴ്സണൽ വ്യക്തിപരമായ അനുഭവത്തിന് വേണ്ടി കാത്തിരുന്നു. എന്നാൽ അവനെ തള്ളിക്കളയാതെ അവനെ പിന്തുടരുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ കാണുന്നത്. തോമസിനെ പോലെ നമ്മളും ജീവിതത്തിൽ പലപ്പോഴും അവിശ്വാസികളായി, വിശ്വാസത്തിൽ കുറവുള്ളവരായി, വിശ്വാസത്തിൽ ചാഞ്ചല്യമുള്ളവരായി ജീവിക്കുന്നവരാണ്. പ്രതികൂലങ്ങൾ നമ്മെ പലപ്പോഴും അവിശ്വാസത്തിലേക്ക് നയിച്ചെന്ന് വരാം. The message for this morning is, the risen Lord meets us in our life journey, meets us in our emptiness, meets us in our absence, meets us accepting our doubts as we are. The risen Lord meets us in closed doors. He meets us with the great blessing, peace. He meets us in such a way we cannot but call him my Lord and my God. ഉയർത്തെഴുന്നേറ്റ കർത്താവ് തോമസിന്റെ പരാജയത്തിൽ മാത്രമല്ല, തോമസിന്റെ അവിശ്വാസത്തിൽ മാത്രമല്ല, നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ നമ്മെ കണ്ടെത്തുന്നവനാണ്. നമ്മുടെ പരാതികളിൽ, നമ്മുടെ പരിഭവങ്ങളിൽ, നമ്മുടെ പരിദേവനങ്ങളിൽ, നമ്മുടെ സങ്കടങ്ങളിൽ, നമ്മുടെ രോഗങ്ങളിൽ, നമ്മുടെ ലോക്ക്ഡൗൺ എക്സ്പീരിയൻസ്, അവൻ നമ്മെ കണ്ടെത്തുന്നവനാണ്. നമ്മൾ സംശയിച്ചു പോകുമ്പോൾ നമ്മെ തള്ളിക്കളയാതെ വീണ്ടും നമുക്ക് വേണ്ടി പ്രത്യക്ഷപ്പെടുന്നവനാണ്. നമ്മുടെ അവിശ്വാസത്തെ പരിഹസിക്കാതെ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കർത്താവ്. അവൻ നമ്മെ കണ്ടെത്തുമ്പോൾ നമ്മളും അറിയാതെ വിളിച്ചു കൂവിപ്പോകും, എന്റെ കർത്താവും എന്റെ ദൈവവും. ഈ ലോക്ക്ഡൗൺ എക്സ്പീരിയൻസ്, ചുറ്റും നിരാശ നമ്മെ വേട്ടയാടുമ്പോൾ, പ്രതീക്ഷയുടെ കിരണങ്ങളൊക്കെ അസ്തമിച്ചു എന്ന് തോന്നുമ്പോൾ നമ്മെ തേടി വരുന്ന ഒരു കർത്താവ്. He meets us in our failures. He meets us in our doubts. He meets us in our emptiness. നമ്മുടെ ശൂന്യതയിൽ നമ്മെ കണ്ടെത്തുന്ന കർത്താവ്. He meets us in our fear. He meets us in our lockdown experience. ഈ കർത്താവിൽ ആശ്രയിച്ച് നമുക്ക് ധൈര്യത്തോടെ നമ്മുടെ വിശ്വാസ യാത്ര തുടരാം. നമുക്കും ഉച്ചത്തിൽ പറയാം, എന്റെ കർത്താവും എന്റെ ദൈവവും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.